ഹലോ ഗൈസ്, ഐ എം അദ്മിൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൂപ്പർ ഹീറോസ്. നമ്മളാണ് സൂപ്പർ ഹീറോസ്. സൂപ്പർ എൻ്റർടൈൻമെൻറ്റ് ഒരു പുതിയ മാർവൽ വീഡിയോയിലേക്ക് എല്ലാ സൂപ്പർ ഹീറോ ഫാൻസിനും സ്വാഗതം. സോ ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യുവർ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ്റെ എപ്പിസോഡ് 3, 4, 5 ഫുൾ ബ്രേക്ക് ഡൗൺ ആണ്. ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത് ഇത് മൂന്ന് വീഡിയോസ് ആയിട്ട് ഇറക്കാവുന്നതാണ്. പക്ഷേ ഒരുപാട് ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് തന്നെ ഈ 3 എപ്പിസോഡ്സ് ഒരുമിച്ച് മർജ് ചെയ്തുകൊണ്ട് നമ്മൾ ഒറ്റ വീഡിയോ ആയിട്ട് ഇറക്കാൻ പോവുകയാണ്. എന്താണെന്ന് വെച്ചാൽ അതായിരിക്കും എല്ലാവർക്കും കാണാൻ താല്പര്യമുള്ളതായിട്ടുള്ളത്. സോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാൻ മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ DC കോമിക്സ് മൂവീസ് ഗെയിംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓസം ആൻഡ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിരിക്കും. അടുത്തുള്ള ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ആദ്യത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് എപ്പിസോഡ് 3 ആണ്. എപ്പിസോഡ് 3യുടെ പേര് സീക്രട്ട് ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ്. 28 മിനിറ്റാണ് ഈ ഒരു എപ്പിസോഡിൻ്റെ ദൈർഘ്യം. സോ ഈ ഒരു എപ്പിസോഡ് വന്നിട്ട് എപ്പിസോഡ് 2ൻ്റെ ഡയറക്റ്റ് കണ്ടിന്യൂഷനാണ്. അതായത് നോർമൻ ഓസ്ബോൺ ചോദിക്കുന്നു നമ്മളെ പീറ്റർ പാർക്കറിനടുത്ത്, നീയാണോ സ്പൈഡർമാൻ എന്ന്. അപ്പോൾ അവിടെ വെച്ചിട്ടായിട്ട് നോർമൻ പറയുന്നുണ്ട്, നമുക്ക് പിന്നീട് സംസാരിക്കാം, പക്ഷേ നിൻ്റെ സീക്രട്ട്, അതായത് പീറ്ററാണ് സ്പൈഡർമാൻ എന്നുള്ളൊരു സീക്രട്ട് എൻ്റെ കയ്യിൽ സേഫായിരിക്കുമെന്ന് നമ്മൾ നോർമൻ പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഓസ്കാർ പോയിട്ട് പീറ്റർ വെളിയിലോട്ട് നടന്നു പോകുന്നതാണ് കാണിക്കുന്നത്. അവിടെ വെച്ചിട്ട് പീറ്ററിൻ്റെ തലയിൽ നോർമൻ്റെ വാക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അതായത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് നീയല്ലേ സ്പൈഡർമാൻ എന്നുള്ളത്. സോ പിന്നീട് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ പീറ്റർ നീക്കോയുടെ വീട്ടിലാണ്. അവർ രണ്ടുപേരും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ചിട്ടായിട്ട് പീറ്റർ ഓസ്കോർപ്പിൽ നിന്ന് ഇറങ്ങിയാലോ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ചെറുതായിട്ട്. ഒരു എന്താ പറയുക, ഒരു ഇഷ്ടമല്ലാത്ത രീതിയിൽ. അപ്പോൾ അവിടെ വെച്ചിട്ട് നീക്കോ പറയുന്നുണ്ട്, എനിക്ക് അതിന് ഒരു കമ്പനിയിൽ നിന്ന് ഇറങ്ങാനുള്ള 101 വഴികൾ അറിയാം എന്ന് നീക്കോ പറയുന്നുണ്ട്. സോ അപ്പം പീറ്റർ പറയുന്നുണ്ട്, എനിക്ക് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് എല്ലാം വളരെ നന്നായിട്ടാണ് പോകുന്നതെന്ന് പറയുന്നുണ്ട്. സോ അവിടെ വെച്ചിട്ടായിട്ട് പിന്നീട് നമ്മൾ കാണുന്ന നെക്സ്റ്റ് സീൻ, ഒരു പീറ്ററിനെ ഒരു 5 സ്റ്റാർ ഹോട്ടലിലോട്ട് നമ്മളെ നോർമൻ ഓസ്ബോൺ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ് സംസാരിക്കാൻ വേണ്ടി. സോ അവിടെ നോക്കുകയാണെങ്കിൽ ഒരു പ്രൈവറ്റ് ഹോട്ടൽ പോലെയാണ് അവിടെ, അതായത് അവിടെ ചുറ്റുമായിട്ട് ആരും ഇല്ല. സോ പീറ്റർ ചോദിക്കുന്നുണ്ട് ഇതെന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പീറ്റർ നമ്മൾ നോർമൻ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ വളരെ പ്രൈവറ്റായിട്ട് സംസാരിക്കണം, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഹോട്ടൽ റെൻറ്റിനെടുത്തിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. സോ പീറ്ററിൻ്റെ അടുത്ത് എന്തെങ്കിലും ഓർഡർ ചെയ്യാനായിട്ട് നോർമൻ പറയുന്നുണ്ട്. പക്ഷേ പീറ്റർ ആ മെനു കണ്ടിട്ട് വിലയൊക്കെ കണ്ടിട്ട് പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ട, ഒരു ഗ്ലാസ് വെള്ളം മതി എന്ന് പറയുന്നുണ്ട്. സോ അവിടെ വെച്ചിട്ട് നമ്മൾ ദുബായ് ജോസൊക്കെ പറയുന്ന പോലെ എല്ലാം എൻ്റെ ചിലവ് എന്ന് പറയുന്ന പോലെ എല്ലാം എൻ്റെ ചിലവെന്ന് നമ്മൾ നോർമൻ ഓസ്ബോൺ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പീറ്റർ ഒരുപാട് വാങ്ങിച്ച് തിന്നുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ നീയല്ലേ സ്പൈഡർമാൻ എന്ന് നമ്മുടെ പീറ്ററിൻ്റെ അടുത്ത് നോർമൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പീറ്റർ പറയുന്നുണ്ട്, ആ ഒരു വീഡിയോ ഫുട്ടേജ് വന്നിട്ടൊരു പ്രാങ്ക് ആയിരിക്കണം, അതായത് നിങ്ങളുടെ സെക്യൂരിറ്റിക്കാർ നിങ്ങളെ പ്രാങ്ക് ചെയ്തതാണ്. അപ്പം നോർമൻ പറയുന്നുണ്ട്, അതെൻ്റെ പേഴ്സണൽ ക്യാമറയാണ്, അതിൻ്റെ ഒരു ആക്സസ് എന്ന് പറയുന്നത് എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. സോ അവിടെ വെച്ചിട്ടായിട്ട് എന്താ പറയുക, പീറ്റർ പറയുന്നുണ്ട് അവനാണ് സ്പൈഡർമാൻ എന്നുള്ള കാര്യം. പക്ഷേ ആൻറ്റി മേ എടുത്ത് പറയുന്നത്, ആൻറ്റി മേ ഒരുപാട് സ്ട്രെസ് ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. കാരണം ആൻറ്റി മേയുടെ സ്ട്രെസ് എന്ന് പറയുന്നത് അങ്കിൾ ബെൻ മരിച്ചതിന് ശേഷം പീറ്ററിനെ നോക്കിക്കൊണ്ട് പോവുക, ആ ഒരു സംഭവമൊക്കെയാണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത്. സോ നോർമൻ എന്താ പറയുക, നമ്മുടെ സ്പൈഡർമാനെ വാച്ച് അല്ലെങ്കിൽ പീറ്റർ പാർക്കറിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് വീഡിയോ ഫുട്ടേജ് നമ്മൾ പീറ്ററിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. സോ അവിടെ വെച്ചിട്ടായിട്ട് ഒരു നമ്മൾ എപ്പിസോഡ് 1-ലോ 2-ലോ ആയിട്ട് ഒരു പയ്യനെ കണ്ടില്ല, ഒരു ആഫ്രിക്കൻ അമേരിക്കൻ, ഒരു പച്ച ഷർട്ടൊക്കെ ഇട്ട. സോ ആ കുട്ടി വന്നിട്ട് ഹാരി ഓസ്ബോൺ ആണ്. സോ അവിടെ വെച്ചിട്ടായിട്ട് ഹാരി ഓസ്ബോണിനെയാണ് നമ്മുടെ പീറ്റർ രക്ഷിച്ചത്. അതുകൊണ്ട് സ്പൈഡർമാനെ റീപേ ചെയ്യണം എന്നുള്ളത് നോർമൻ്റെ ഒരു ആഗ്രഹമാണ്. പക്ഷേ നമ്മുടെ നോർമൻ്റെ ഒരു ഓഫർ കൊടുക്കുന്നുണ്ട്, ഓസ്കോപ്പിൽ ബെസ്റ്റ് എൻജിനീയേഴ്സ് നമ്മുടെ പീറ്ററിന് സ്പൈഡർമാൻ ജേണിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ പീറ്റർ പറയുന്നുണ്ട്, നിങ്ങൾ ആ റിസ്ക് എടുക്കേണ്ട, പീറ്ററുമായിട്ടും അല്ലെങ്കിൽ സ്പൈഡർമാനുമായിട്ട് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് റിസ്ക് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഒരു നോർമൻ ഓസ്ബോൺ പറയുന്നുണ്ട്, ഒരു ചെക്ക് നോർമൻ ഓസ്ബോൺ എഴുതി പീറ്ററിന് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു കപ്പിൾസിനെയാണ്. അവർ വന്നിട്ട് ഒരു ഡീൽ നടത്താൻ വേണ്ടിയിട്ടാണ് അവിടെ നിൽക്കുന്നത്. സോ
അവരുടെ ഫോണിൽ മെസ്സേജ് വരുന്നുണ്ട്. ആ മണി അതായത് അവരുടെ കയ്യിലുള്ള പൈസ എടുത്ത് ആ ഗാർബേജിലിടാൻ പറയുന്നുണ്ട്. ആ ഗാർബേജിൽ പൈസ ഇടുമ്പോൾ ആ ഗാർബേജ് റോബോട്ട് വല്ല മുകളിലോട്ട് പോയിട്ട് അവർക്കുള്ള വെപ്പൺ വന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ നമ്മൾ പീറ്റർ വീട്ടിലോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആൻറ്റി ഒരുപാട് പഴയ സാധനങ്ങളെടുത്ത് വിൽക്കാൻ നോക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ അങ്കിൾ ബെന്നിൻ്റെ ക്യാമറ ആ ഒരു കൂട്ടത്തിലുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് സ്കൂളിലെ കുറച്ച് സീൻസാണ്. പിന്നെ ഓസ്കോപ്പിലെയും കുറച്ച് സീൻസ് കാണുന്നുണ്ട്. അല്ല, അവിടെ വെച്ചിട്ടായിട്ട് സ്കൂളിലെ കുറച്ച് സീൻസാണ് നമ്മൾ കാണുന്നത്. അവിടെ വെച്ചിട്ട് ഓസ്കോപ്പിലെ കാര്യങ്ങൾ നിക്കോ ചോദിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ ലോണി നമ്മുടെ പീറ്ററിനെയൊക്കെ ലഞ്ചിന് ട്രീറ്റ് കൊടുക്കാൻ നോക്കുന്നു. പക്ഷേ ലോണിയുടെ കാർഡ് ഡിക്ലൈൻ ആവുന്നതാണ് കാണുന്നത്. പെട്ടെന്ന് അവരെല്ലാവരും കൂടി ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിട്ട് ലോണിയുടെ അമ്മ വിളിക്കുകയും നമ്മുടെ പേൾ എന്താ പറയുക ലോണിയെ വീട്ടിലോട്ട് ഡ്രോപ്പ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവിടെ വെച്ചിട്ട് നമുക്ക് കാണാം ലോണിയുടെ അമ്മ ഭയങ്കര വിഷമത്തിലാണ്. അവിടെ വെച്ചിട്ടായിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അതായത് ലോണിയുടെ യങ്ങർ ബ്രദർ ആൻഡ്രേ വന്നിട്ട് ഒരു 10th ഗ്യാങ് എന്ന് പറയുന്ന ഒരു ഗ്യാങ്ങുമായിട്ട് വാൻഡലൈസ് ചെയ്യുന്നത്, അതായത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയൊക്കെ നശിപ്പിക്കുകയും കുറച്ച് ഗുണ്ടകളുമായിട്ട് നശിപ്പിക്കുകയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് നമ്മുടെ ലോണി അവൻ്റെ റൂമിലോട്ട് പോയി നോക്കുമ്പോൾ അവ അവിടെ ഇല്ല. പക്ഷേ നമ്മൾ പിന്നീട് കാണുന്നത് വെച്ചാൽ ആ കപ്പിൾസ് ഫൈറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. പീറ്റർ ആണെങ്കിൽ ആ ഒരു എന്താ പറയുക അവരെ ഫൈറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്, ആ ഒരു കപ്പിൾസിനെ. സോ ലോണി 10th സ്ട്രീറ്റ് ഗ്യാങ്ങിൻ്റെ അവിടെ വരുന്നു. അവിടെ വെച്ചിട്ടായിട്ട് ലീഡറായിട്ടുള്ള ബിഗ് ഡോൺ അവനെ തടയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. സോ അവിടെ വെച്ചിട്ടായിട്ട് നമ്മൾ ആ ചെറുക്കന് നേരം ലോണിയെ ട്രേഡ് ചെയ്യാൻ ഞാൻ ഈ ഗ്യാങ് ജോയിൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. അപ്പം നോർമൻ ആ ഒരു ഫൈറ്റിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പീറ്ററിനെ ഓഡിയോ വഴി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ അതൊരു ഫൈറ്റെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ സ്പൈഡർമാൻ ഓസ്കോർപ്പിലോട്ട് വരുന്നതാണ് കാണുന്നത്. പിന്നീട് ഒരു എപ്പിസോഡിൻ്റെ അവസാനത്തോട്ട് എത്തുമ്പോൾ നമ്മൾ കാണുന്നത് വെച്ചാൽ ലോണി ആ തഗ്സ്, അതായത് 10th സ്ട്രീറ്റ് ഗ്യാങ്ങിലോട്ട് ജോയിൻ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതോടുകൂടി എപ്പിസോഡ് 3 അവിടെ അവസാനിക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് എപ്പിസോഡ് 4ലേക്ക് കിടക്കാം. 29 മിനിറ്റോളം ദൈർഘ്യമുള്ള ഈ എപ്പിസോഡിൻ്റെ പേര് ഹിറ്റിംഗ് ദ ബിഗ് ടൈം എന്നാണ്. നമ്മൾ കാണുന്നത് ഓസ്കോർപ്പാണ്. ഓസ്കോർപ്പിൽ വെച്ചിട്ടായിട്ട് പീറ്റർ ഒരു സെമിനാർ നടത്തുന്നതായിട്ടാണ് കാണുന്നത്. ആ സെമിനാർ അത്ര നല്ല രീതിക്കല്ല മുന്നോട്ട് പോകുന്നത്. കാരണം പീറ്റർ ഭയങ്കര നെർവസാണ്. അതുകൊണ്ട് തന്നെ അതത്ര നല്ല രീതിക്കല്ല പോകുന്നത്. സോ നമ്മുടെ പ്രൊഫസർ വിറ്റ്മാൻ അയാൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവിടെ വെച്ചിട്ടായിട്ട് പെട്ടെന്ന് ഒരു ഗാർഡ് കയറി എന്നിട്ട് പറയുന്നുണ്ട് പീറ്ററിനെ നമ്മുടെ നോർമൻ ഓസ്ബോണിന് പീറ്ററിനെ കാണണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പീറ്റർ പോകുന്നതാണ് കാണുന്നത്. പെട്ടെന്ന് പീറ്റർ പോകുമ്പോൾ ആ നോർമൻ്റെ ചേമ്പറിൽ ആ ഡോറ് വന്ന് തട്ടുന്നതാണ് കാണുന്നത്. അവിടെ വെച്ചിട്ടായിട്ട് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ മുമ്പ് ക്യാപ്റ്റൻ അമേരിക്കയുടെ പടം കണ്ടു. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ വക്കാണ്ടയിലെ കിങ് ആയിട്ടുള്ള ടിച്ചാക്കയോടൊപ്പം നമ്മൾ നോർമൻ നിൽക്കുന്നൊരു പടവും കാണാം. പിന്നീട് നമ്മൾ ഹാരിയെ കാണുന്നു. പിന്നെ നമ്മൾ ഓസ്ബോണിൻ്റെ അടുത്തേക്ക് നമ്മുടെ എന്താ പറയുക പീറ്റർ പോകുന്നുണ്ട്. അവിടെ വെച്ചിട്ടായിട്ട് ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് നമ്മുടെ എന്താ പറയുക നമ്മുടെ നോർമൻ ഓൺ ആക്കുന്നു. അപ്പോൾ എല്ലാം ലോക്കാവുന്നു. തൻ്റെ കമ്പ്യൂട്ടർ എല്ലാം ഡു നോട്ട് ഡിസ്റ്റർബ്, ഫോണെല്ലാം ഡു നോട്ട് ഡിസ്റ്റർബ് മോഡിലോട്ട് ആവുന്നു. അവിടെ വെച്ചിട്ട് വളരെ അതീവ രഹസ്യമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ പീറ്ററിൻ്റെ അടുത്ത് നമ്മൾ നോർമൻ പറയുന്നുണ്ട്. അതായത് സൊക്കോവിയ അക്കോർഡ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. അവിടെ വെച്ചിട്ടായിട്ട് സിവിൽ വാറിൻ്റെ റെഫറൻസൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ കുറച്ച് സൂട്ടിൻ്റെ ഐഡിയയൊക്കെ നമ്മുടെ നോർമൻ ഓസ്ബോൺ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് സൂട്ട് ഇട്ട് പോകുമ്പോൾ ഭയങ്കര പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പിന്നീട് നമ്മൾ നെക്സ്റ്റ് സീനിൽ കാണുന്നത് ലോണി നമ്മുടെ പേളുമായിട്ട് സംസാരിക്കുന്നതാണ്. അവിടെ വെച്ചിട്ട് ലോണി റോസൊക്കെ കൊടുക്കുന്നു. പക്ഷേ അവർ സംസാരിക്കുന്ന കുറച്ച് സീൻസുണ്ട്. പിന്നീട് അടുത്ത സൂട്ട് വന്നിട്ട് ഒരു ഫാനൊക്കെ ഒട്ടിച്ചുള്ള സൂട്ടാണ്. അത് ഫെയിലാവുന്നു. പിന്നീട് എന്താ പറയുക ആ ഒരു ഗ്യാങ് വന്നിട്ട് ഗ്യാങ്ങിൻ്റെ അവിടെ വെച്ചിട്ടായിട്ട് ലോണി എന്തോ എഴുതുന്നുണ്ട്. അപ്പോൾ ആ ബിഗ് ഡോൺ അവനത് ഇഷ്ടപ്പെട്ടില്ല. അയാൾ ആ ബുക്കൊക്കെ എടുത്ത് വലിച്ചെറിയുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ന്യൂ സൂട്ടാണ്. അതൊരു ഗോസ്റ്റിനെ പോലത്തെ ഒരു സൂട്ടാണ്. അത് കണ്ടിട്ടൊരു പയ്യൻ ഒരു കുട്ടി പേടിച്ച് പോകുന്നുണ്ട്. ആ സൂട്ടും പോയി. പിന്നീട് നമ്മൾ ലോണിയെ ഈ ബിഗ് ഡോൺ അവൻ ഒരു കഫേയിലേക്ക് കൊണ്ടുപോകുന്നു. കഫേയിലോട്ട് പോകാൻ പറയുന്നുണ്ട്. അത് ബറീറ്റോസ് അടിച്ചുകൊണ്ട് അവിടെ വെച്ചിട്ടായിട്ട് ഒരു ഗ്യാങ് നമ്മുടെ ലോണിയെ ഓട്ടിക്കുന്നുണ്ട്. കഷ്ടിച്ചാണ് ലോണി അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. അപ്പം ഡോണോൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഡോണോൻ പറയുന്നുണ്ട് അത് കർമീല ബ്ലാക്കാണ്, സ്കോർപ്പിയോൺ ഗ്യാങ്ങിൻ്റെ ആളാണെന്ന് പറയുന്നുണ്ട്.
സോ മക്ക് ഗർഗൻ എന്ന് പറയുന്ന ആളാണ് ഈ ഒരു ഗ്യാങ്ങിൻ്റെ ലീഡർ എന്നും പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ സൂട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ കുറച്ച് ഗുണ്ടകൾ ഒരു ബാങ്ക് റോബറി ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ വെച്ചിട്ട് പോലീസ് അത് എന്താ പറയുക പിടിക്കാൻ നോക്കണമെന്നുണ്ട്, പക്ഷേ അവിടെ മൊത്തം ഫയർ ആവുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ അവിടെ മൊത്തം ഫയർ ആവുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ അവിടെ മൊത്തം ഫയറായിട്ടാവുന്നതാണ് നമ്മൾ. പീറ്റർ പിന്നീട് ഓസ്കോർപ്പിലോട്ട് പോകുന്നു. ആ ഒരു ഫൈറ്റെല്ലാം കഴിഞ്ഞിട്ട് ഹാരി അവിടെ വെച്ചിട്ട് പീറ്ററാണ് സ്പൈഡർമാൻ എന്ന് തിരിച്ചറിയുന്നു. സോ എന്താ പറയുക, മാസറിക്ക് എന്ന് പറയുന്ന ആ ഒരു ഗ്യാങ്ങിലുണ്ടായിരുന്ന തഗ്സിൻ്റെ ബാക്കി എല്ലാവരും ജയിലിലോട്ട് പോയി പോലീസ് പിടിച്ചുകൊണ്ട് പോയി. ആ ഒരു പെണ്ണ് മാത്രം സാക്ഷാൽ ഡോക്ടർ ഒക്ടോബസിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അവിടെ വെച്ച് എപ്പിസോഡ് 4 അവസാനിക്കുകയാണ്. ഇനി നമുക്ക് എപ്പിസോഡ് 5ലേക്ക് കിടക്കാം. 27 മിനിറ്റോളം ദൈർഘ്യമുള്ള ഈ എപ്പിസോഡിൻ്റെ പേര് ദ യൂണിക്കോൺ അൺലീഷ്ഡ് എന്നാണ്. നമ്മൾ കാണുന്നത് ഡോക്ടർ ഒക്ടോബസിനെയാണ്. സോ ഡോക്ടർ ഒക്ടോബസിൻ്റെ നിന്ന് വെപ്പൺസ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൊച്ചി ഇവിടെ നിൽക്കുന്നത്, അതായത് മാസ്ക്യൂറിക്ക്. അപ്പം എന്താ പറയുക, ഒരു ലേസർ ഹെൽമെറ്റ് നമ്മുടെ ഡോക്ടർ ഒക്ടോബസ് കൊടുക്കുന്നുണ്ട്. സോ ഈ ഓസ്കോർപ്പിന് ഒരു ഒക്ടോവിയസിന് ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്. ഡോക്ടർ ഒക്ടോബസിൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്, അതായത് വിൻസെൻ്റ് എന്നാണ് ഈ അസിസ്റ്റൻറ്റിൻ്റെ പേര്. അവിടെ വെച്ചിട്ടായിട്ട് എനിക്ക് പറയുന്നുണ്ട് നമ്മൾ സ്റ്റാർക്കിനെ കാട്ടിയും നോർമനെ കാട്ടിയും എനിക്ക് വലിയ സയൻറ്റിസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ അസിസ്റ്റൻ്റ് പറയുന്നുണ്ട് യെസ് സാർ നിങ്ങൾ ഒരിക്കലും ആവും എന്ന് പറയുന്നുണ്ട്. പിന്നീട് നമ്മളെ ഹാരി ആയിട്ട് നമ്മൾ നോർമൻ പീറ്ററൊക്കെ സംസാരിക്കുന്നതാണ് കാണുന്നത്. ഹാരി ഇനി തൊട്ട് സ്പൈഡർമാനെ അസിസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ ഹാരി പീറ്ററിനെ തൻ്റെ ഫാൻസി കാറിൽ പീറ്ററിനെ സ്കൂളിലോട്ട് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ വെച്ചിട്ടായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു ഹാരി ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയാണ്. നീക്കോ അവനെ ഫോളോ ചെയ്യുന്നതൊക്കെ ഉണ്ട്. നീക്കോ ആണ് ഈ ഒരു കാര്യം പീറ്ററിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്ന നെക്സ്റ്റ് സീൻ എന്ന് പറഞ്ഞാൽ ലോണിയുടെ കോച്ചാണ്, ഫുട്ബോൾ കോച്ച് പറയുന്നുണ്ട് നീ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം, നീയാണ് ഈ ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ലോണി പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നു, പക്ഷേ ബിഗ് ഡോൺ അവനെ വിളിക്കുന്നതായിട്ടാണ് കാണുന്നത്. സോ നമ്മൾ കാണുന്നത് വെച്ചാൽ അടുത്തത് ആ ഒരു ആൾ, അതായത് മിക്കായലിനെയൊക്കെ പെണ്ണ് ആ ഒരു ജയിലിൽ നിന്ന് പുറത്താക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നീട് പീറ്റർ ആ ഒരു ഇവരെയൊക്കെ ഫൈറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ആ ലേസർ വെച്ച് ആ പെണ്ണിനെ, അതായത് മാസറിക്കിനെയൊക്കെ ഫൈറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ ഗർഗനും 110th ഗ്യാങ് ഫൈറ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. ആ ഫൈറ്റെല്ലാം 2 സ്ഥലത്തുള്ള ഫൈറ്റ് നിൽക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നീക്കോയ്ക്ക് വേണ്ടി ഒരു മൂവി നമ്മുടെ പീറ്റർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടി പീറ്റർ വരുന്നു, പക്ഷേ ആ സമയത്ത് ഹാരി വരുന്നുണ്ട്. പക്ഷേ ആ ഹാരി വരുന്നത് നമ്മുടെ നീക്കോയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ നമ്മുടെ ഈ ലോണി ഈ ഒരു ഗാർഗൻ വന്നിട്ട് ഡോണവനെ കൊല്ലാൻ നോക്കി, അത് തടഞ്ഞു. അതുകൊണ്ട് ഡോണവന് ഭയങ്കരമായിട്ട് ഇവനെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഈ ഒരു ഗ്യാങ്ങിലോട്ട് അവന് ഒരു എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പൊക്കെ കൊടുത്ത് ടോൺ സ്റ്റോൺ എന്നൊക്കെ പറഞ്ഞൊരു പേരും കൊടുത്ത്. അപ്പോൾ ഇവനാണെങ്കിൽ എന്താ പറയുക, ഒരു പക്ക ഗുണ്ടയായി മാറിയിരിക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് 5 തീർന്നിരിക്കുകയാണ് ഗൈസ്. സോ ഗൈസ് ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുണ്ടായിരുന്നു. സോ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ് മറ്റൊരു മാർവലായിട്ട് എവിടെ നമുക്ക് വീണ്ടും അതിന് സൂപ്പർ ഹീറോസ്.